ഡിസംബറിൽ ബിറ്റ്കോയിൻ എന്ത് സംഭവിക്കും? ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,00,000 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? $1,50,000 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ വീഡിയോയിൽ നവംബർ മാസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോ നവംബർ മാസം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷത്തിൻ്റെ എൻഡോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,00,000 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും ഈവൻ $1,50,000 ബ്രേക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ. നവംബർ മാസം നമ്മൾ ക്ലോസിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തത് $1,30,000 അറ്റ്ലീസ്റ്റ് $1,00,000 എങ്കിലും ടച്ച് ചെയ്യും എന്നുള്ളതായിരുന്നു. എക്സാക്ട്ലി അതേപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നവംബർ മാസം $26,267 വർധനയോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $99,860 വരെ മുകളിലോട്ട് പോയി. അതായത് $1,00,000 ടച്ച് ചെയ്തു എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കാരണം പല ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,00,000 മുകളിലോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $96,465 ആണ്. ചരിത്രത്തിൽ തന്നെ ബിറ്റ്കോയിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ക്ലോസിങ്ങും അതേപോലെ തന്നെ ഏറ്റവും വലിയ മന്ത്ലി ക്യാൻഡിലാണ് നവംബറിൽ ഉണ്ടായിട്ടുള്ളത്. സോ എങ്ങനെ നോക്കിയാലും ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാസമായിരുന്നു നവംബർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2024 സെക്കൻഡ് ബെസ്റ്റ് മന്ത് ആയിരുന്നു നവംബർ. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കലി 2013 കഴിഞ്ഞാൽ പിന്നെ 2013 2017 2020 കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മാസം ആയിരുന്നു 2024 നവംബർ. ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 നവംബറിലാണ് ഏറ്റവും കൂടുതൽ ഡോളർ ടേംസിൽ ബിറ്റ്കോയിനിലോട്ട് ETF-കളിലൂടെ വന്നിരിക്കുന്ന ഇൻഫ്ലോ. US ലിസ്റ്റഡ് ആയിട്ടുള്ള മൊത്തം ബിറ്റ്കോയിൻ ETF-കൾ വാങ്ങിച്ചിരിക്കുന്നത് $6.4 ബില്യൺ വർത്ത് ഓഫ് ബിറ്റ്കോയിനാണ്. അതായത് 2024 ഏറ്റവും ബെസ്റ്റ് മന്ത്. ഈവൻ ബിറ്റ്കോയിൻ ടേംസിൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും നവംബർ മാസം അതായത് ഫെബ്രുവരിയും ഒക്ടോബറും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ വാങ്ങിച്ചിരിക്കുന്നത് നവംബറിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 71,570 ബിറ്റ്കോയിനാണ് US ലിസ്റ്റഡ് ആയിട്ടുള്ള മൊത്തം ETF-കൾ എല്ലാവരും കൂടി വാങ്ങിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ബിറ്റ്കോയിൻ. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിറ്റ്കോയിൻ്റെ ഡിമാൻഡ് വളരെ വലിയ രീതിയിൽ കൂട്ടാൻ പോകുന്ന ഒരു കാര്യം ETF-കൾക്കായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് നവംബറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ലിസ്റ്റഡ് ആയിട്ടുള്ള മൊത്തം ETF-കൾ വാങ്ങിച്ചിരിക്കുന്ന ബിറ്റ്കോയിൻ്റെ ഇരട്ടി ബിറ്റ്കോയിനാണ് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ഒറ്റ കമ്പനി വാങ്ങിച്ചിരിക്കുന്നത്. മൊത്തം ലിസ്റ്റഡ് ETF-കൾ വാങ്ങിച്ചിരിക്കുന്നത് 71,570 ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ബിറ്റ്കോയിൻ 1,34,480 ബിറ്റ്കോയിനാണ് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ഒറ്റ കമ്പനി നവംബർ മാസം വാങ്ങിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല മാരത്തോൺ പോലുള്ള മൈനിങ് കമ്പനികൾ അതേപോലെ തന്നെ ഗ്ലോബലി തന്നെ മറ്റുള്ള പല കമ്പനികളും മൈക്രോ സ്ട്രാറ്റജിയുടെ ഈ ഒരു ബിറ്റ്കോയിൻ ട്രഷറി സ്ട്രാറ്റജി വളരെ അഗ്രസീവായിട്ട് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി മാരത്തോൺ അനൗൺസ് ചെയ്ത ഒരു ഡെറ്റ് റൈസിങ് 850 മില്യൺ അവർ അനൗൺസ് ചെയ്ത ഒരു ബോണ്ട് ഇഷ്യൂവൻസ് അവർക്ക് വന്നിരിക്കുന്ന ഡിമാൻഡ് അതിലും കൂടുതലാണ്. അതിനുശേഷം അവർ അത് അപ്സൈസ് ചെയ്തിട്ട് $1 ബില്യൺ ഡെറ്റാണ് അവർ റൈസ് ചെയ്യുന്നത് ഓൺലി ഫോർ ബൈയിങ് ബിറ്റ്കോയിൻ. അപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡാണ് കോർപ്പറേറ്റ് സൈഡിൽ നിന്നും ബിറ്റ്കോയിനിലോട്ട് വരുന്നത്. നവംബർ മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ ടോട്ടൽ ഹോൾഡിങ്സ് 4 ലക്ഷം ബിറ്റ്കോയിൻ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജി ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിലുള്ള ബിറ്റ്കോയിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ 5 ലക്ഷം ബിറ്റ്കോയിൻ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സതോഷി നാക്കമോട്ടോയുടെ കയ്യിലുള്ള ബിറ്റ്കോയിന് ഓവർടേക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ US ലിസ്റ്റഡ് ആയിട്ടുള്ള മൊത്തം ETF-കൾ എല്ലാം. ഓക്കെ, അപ്പോൾ വലിയൊരു രീതിയിലുള്ള ഒരു ഇൻഫ്ലോ ആണ് നവംബർ മാസം ബിറ്റ്കോയിനിലോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഡിസംബർ മാസം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസംബർ മാസം നമ്മൾ വാച്ച് ചെയ്യേണ്ട മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മേജർ ആയിട്ടുള്ള ഇവൻ്റാണ് ഡിസംബർ 18 നടക്കാൻ പോകുന്ന FOMC മീറ്റിംഗ്. ഫെഡറൽ റിസർവ് 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നാണ് 73.8% മാർക്കറ്റിലുള്ള ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തുകൊണ്ട് മാത്രം വലിയ രീതിയിൽ ബിറ്റ്കോയിനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ പകരം എപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ റേറ്റ് കട്ടിങ്ങിന് ശേഷം നടത്തുന്ന സ്പീച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നടത്തുന്ന ഗൈഡ് ലൈൻസും കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റ് ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ,
അതായത് വരുന്ന മാസങ്ങളിൽ ഇനി എത്ര റേറ്റ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിന് പകരം ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് നടത്താനുള്ള സാധ്യതയുണ്ടോ, ബോണ്ട് സെല്ലിങ്ങിന് പകരം ബോണ്ട് പർച്ചേസിങ് നടത്താനുള്ള സാധ്യതയുണ്ടോ, അത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങിൻ്റെ ഭാവിയിലുള്ള പ്രോബബിലിറ്റി കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റ് കൂടുതലായിട്ടും നോക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ 0.25% റേറ്റ് കട്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. പക്ഷേ എന്നാലും ഈ ഡിസംബറിൽ ഉള്ളൊരു മേജർ ആയിട്ടുള്ളൊരു ഇവൻ്റാണ് FOMC മീറ്റിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഡിസംബർ മാസം ഞാൻ മേജറായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് നാസ്ഡാക്കിൽ മൈക്രോ സ്ട്രാറ്റജി ആഡ് ചെയ്യുന്ന ഒരു ഇവൻറ്റ്. സോ നാസ്ഡാക്ക് എല്ലാവർക്കും അറിയാം, US ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. അതായത് S&P 500, ഡൗ ജോൺസ് എന്നൊക്കെ പറയുന്ന പോലെ 100 കമ്പനീസിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് നാസ്ഡാക്ക്. അപ്പോൾ ഈ ഒരു നാസ്ഡാക്കിൽ ഒരു കമ്പനീനെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പാസീവായിട്ട് ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്കിലോട്ട് ഒരുപാട് ഇൻഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു നാസ്ഡാക്കിൽ ആഡ് ചെയ്യാനുള്ള ഈ ഒരു സ്നാപ്ഷോട്ട് ഓൾറെഡി നവംബർ 29 എടുത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി മൈക്രോ സ്ട്രാറ്റജിയുടെ കമ്പനിയുടെ സ്റ്റോക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. അത് ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ഡിസംബർ 13 വരുന്നത്, 20 അത് എഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്രയും വലിയ ഒരു ഇൻഡെക്സിൽ ഒരു കമ്പനി ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിയുടെ സ്റ്റോക്കിലോട്ട് വളരെ വലിയ രീതിയിലുള്ള ഇൻഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരുപാട് ഇൻഡെക്സ് ഫണ്ടുകളും ETF ഫണ്ടുകളിൽ കൂടെ ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പല ഫണ്ടുകളും വാങ്ങിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാസ്ഡാക്കിൽ 52ാമത്തെ റാങ്കിങ് ആണ് മൈക്രോ സ്ട്രാറ്റജിക്ക് ഉള്ളത്. 0.28 അലോക്കേഷനാണ്. അതായത് ഈ പറയുന്ന 3 ഫണ്ടുകൾ QQQ, QQM, QQE എന്നുള്ള ഈ 3 ഇൻഡെക്സ് ഫണ്ടുകളിലൂടെ മാത്രം ഈ ഒരു അലോക്കേഷൻ, ഈ ഒരു ഇൻഡെക്സ് റീബാലൻസ് ചെയ്യുമ്പോൾ മൈക്രോ സ്ട്രാറ്റജി എന്നുള്ളൊരു കമ്പനിയുടെ സ്റ്റോക്കിലോട്ട് വരുന്ന പാസീവായിട്ടുള്ള ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് $936.9 മില്യൺ ആണ്, ഓൾമോസ്റ്റ് $1 ബില്യൺ. അപ്പോൾ ഇത്രയും പൈസ മൈക്രോ സ്ട്രാറ്റജി എന്നുള്ളൊരു കമ്പനിയുടെ സ്റ്റോക്കിലോട്ട് പാസീവായിട്ട് വരുന്ന സമയത്ത് അത് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സ്റ്റോക്കിൻ്റെ വില കൂടുന്ന സമയത്ത് മൈക്രോ സ്ട്രാറ്റജിയുടെ കമ്പനിക്ക് അത് കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്യാനും ഫണ്ട് റൈസ് ചെയ്യാനും ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ പ്രൈസ് കൂടുന്ന സമയത്ത്, മാർക്കറ്റ് ക്യാപ്പ് കൂടുന്ന സമയത്ത് വീണ്ടും അവർക്ക് കൂടുതൽ ഡെറ്റ് റൈസ് ചെയ്യാനും അതിലൂടെ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഈസിനെസ് കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നവംബർ മാസം ബിറ്റ്കോയിൻ മൈക്രോ സ്ട്രാറ്റജി വാങ്ങിച്ച അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അഗ്രസീവായിട്ട് മൈക്രോ സ്ട്രാറ്റജി ബിറ്റ്കോയിൻ വാങ്ങാനുള്ള സാധ്യതയും ഡിസംബറിലുണ്ട് ഈ ഒരു നാസ്ഡാക്കിൽ ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട്. അപ്പോൾ അത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഡിസംബർ 10 മൈക്രോസോഫ്റ്റിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സ് ബിറ്റ്കോയിൻ വാങ്ങണോ വാങ്ങണ്ടയോ എന്ന് വോട്ട് ചെയ്യുന്നതിൻ്റെ ഡെഡ് ലൈന് ഡിസംബർ 10 അപ്പോൾ ഡിസംബർ 10 അറിയാം മൈക്രോസോഫ്റ്റ് ബിറ്റ്കോയിൻ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി മൈക്രോസോഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ടോട്ടൽ അസറ്റ്സിൻ്റെ 1% ബിറ്റ്കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്യും അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $523 ബില്യൺ മൈക്രോസോഫ്റ്റിൻ്റെ ടോട്ടൽ അസറ്റ്. അതിൻ്റെ 1% അലോക്കേഷൻ എന്ന് പറയുന്നത് $5 ബില്യൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വോട്ടിംഗ് പാസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ $5 ബില്യൺ പാസീവായിട്ടുള്ളൊരു ഇൻഫ്ലോ ആയിരിക്കും ബിറ്റ്കോയിനിലോട്ട് വരാൻ പോകുന്നത്. അത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് $5 ബില്യൺ എന്നതിലുപരി ഇത്രയും വലിയൊരു കമ്പനി ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നു എന്നുള്ളതായിരിക്കും ഒരു മേജർ ആയിട്ടുള്ള ഒരു ചർച്ച വിഷയം. ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു വോട്ടിംഗ് പാസ്സാവില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാൻഗാർഡും ബ്ലാക്ക് റോക്കൊക്കെയാണ്. ഇപ്പോൾ ബ്ലാക്ക് റോക്ക് എല്ലാം ഇതിനെ പോസിറ്റീവായിട്ട് വോട്ട് ചെയ്യും, പക്ഷേ വാൻഗാർഡെല്ലാം വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്ര ഒരു പ്രോ ബിറ്റ്കോയിൻ ഒരു പ്രോ ക്രിപ്റ്റോ ആളുകളല്ല വാൻഗാർഡ് ഗ്രൂപ്പ് ഒന്നും. അപ്പോൾ ബ്ലാക്ക് റോക്കും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എഗ്രി ചെയ്താലും ഒരു മേജർ 50% വോട്ടിംഗ് ഒന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അത് ഇൻ കേസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ മൈക്രോസോഫ്റ്റ് ബിറ്റ്കോയിൻ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഡിസംബറിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏത് ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാൻ എപ്പോഴും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 സെനാരിയോസ് ആണ്. ഹിസ്റ്റോറിക്കലി ഉള്ള ബിറ്റ്കോയിൻ്റെ മന്ത്ലി പെർഫോമൻസും
ഹാൽവിങ് നടന്നിട്ടുള്ള വർഷത്തെ ഏറ്റവും ബെസ്റ്റ് മന്ത്ലി പെർഫോമൻസും അതേപോലെ തന്നെ ഹാൽവിങ് നടന്നിട്ടുള്ള 2 വർഷത്തെ ആവറേജ് റിട്ടേൺ ബേസ് ചെയ്തിട്ടും. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ ബിറ്റ്കോയിൻ്റെ ഹിസ്റ്റോറിക്കലുള്ള ആവറേജ് റിട്ടേൺ 5.45% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $1,16,662 ബെസ്റ്റ് കേസ് സിനാരിയോ 2020 ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയത് 46.92%. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $1,41,643 ആവറേജ് റിട്ടേൺ 2016 ഡിസംബറിലും 2020 ഹാൽവിങ് നടന്നിട്ടുള്ള സെയിം മാസത്തെ ഡിസംബറിലെ റിട്ടേണും അതിൻ്റെ ആവറേജ് റിട്ടേൺ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ $1,33,872 ഈ ഡിസംബർ എൻഡോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതായത് മിനിമം $1,16,662 മാക്സിമം $1,41,643 എത്താനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല ആളുകളും എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ ഒരു ബുൾ മാർക്കറ്റിലെ എക്സിറ്റ് സ്ട്രാറ്റജി? ഏത് പ്രൈസ് പോയിന്റിൽ നമുക്ക് ബിറ്റ്കോയിൻ വിൽക്കണം? ബിറ്റ്കോയിൻ $1,00,000 ആകുമ്പോൾ വിൽക്കണോ, $1,50,000 ആകുമ്പോൾ വിൽക്കണോ? അതേപോലെ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പല ഹൈ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ MSTX, MSTU, MSTR പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ബിറ്റ്കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, മീം കോയിൻസ്, ആൾട്ട് കോയിൻസ്, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഏത് പ്രൈസ് പോയിന്റിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യണം, എന്താണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ട് നമുക്ക് പരിശോധിക്കാം. അതായത് 2016 ഡിസംബർ 1-ാം തീയതി മുതൽക്ക് നിങ്ങൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ഡിസംബർ 1-ാം തീയതി മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോയതിന് ശേഷം 4-ാം തീയതി ജനുവരി 2017 വരെയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയി, അല്ല ഏകദേശം ഒരു മാസം, ഏകദേശം ഒരു വീക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ വലിയ രീതിയിലുള്ളൊരു ക്രാഷാണ് ഉണ്ടായത്. അതായത് 83-82% വിത്തിൻ ഒരു 4 ഡേയ്സിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ ക്രാഷ് ആയത്, പുതിയ ഗവൺമെൻറ് ചാർജ് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ. ഇതേപോലെ തന്നെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് അടുത്ത ഹാൽവിങ് സൈക്കിളിലും കാണാൻ സാധിക്കും. അതായത് 2020 ഡിസംബർ 1-ാം തീയതി ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയതിന് ശേഷം 7-ാം തീയതി ജനുവരി വരെയും 8-ാം തീയതി ജനുവരി വരെയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ട്, അതായത് ഏകദേശം ഒരു 110% ബിറ്റ്കോയിൻ ഈ ഒരു മാസം ഒരു വീക്ക് പീരീഡിൽ മുകളിലോട്ട് പോയത്. $20,000 ഉള്ള ബിറ്റ്കോയിൻ ഏകദേശം $42,000 വരെയാണ് മുകളിലോട്ട് പോയത്. അതിനുശേഷവും വിത്തിൻ ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം 32% ബിറ്റ്കോയിൻ ക്രാഷ് ആയത്, അതായത് പുതിയ ഗവൺമെൻറ് ചാർജ് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ. സോ ഈ ഒരു 2 സൈക്കിളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, അല്ലേ? അതായത് 2016 ഹാൽവിങ് ഉണ്ട്, 2020 ഹാൽവിങ് ഉണ്ട്, 2017 പുതിയ ഗവൺമെൻറ് ചാർജ് എടുക്കുന്നുണ്ട്, 2021 ജനുവരിയിലും പുതിയ ഗവൺമെൻറ് ചാർജ് എടുക്കുന്നുണ്ട്. ഇതേ ഒരു പീരീഡിൽ തന്നെയാണ് ഇപ്പോഴും നമ്മളുള്ളത്. അതായത് 2024 ഹാൽവിങ് നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം ജനുവരി 2025 പുതിയ ഗവൺമെൻറ് ചാർജ് എടുക്കുന്നുണ്ട്. സോ 2025 ജനുവരിയിൽ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതേപോലെ ക്രാഷ് ആവാനുള്ള ഒരു പ്രോബബിലിറ്റി എന്തായാലും നമുക്ക് മുന്നിലുണ്ട്. ആ ഒരു ടൈമായിരിക്കും ബിറ്റ്കോയിനിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള, അതേപോലെ തന്നെ ബാക്കിയുള്ള ഹൈ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇതുതന്നെയാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നതും ഞാൻ ഫോളോ ചെയ്യുന്നതും. ഓക്കെ, സോ അതുതന്നെയാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2016-17 ആ ഒരു ബുൾ മാർക്കറ്റ് പോലെ തന്നെ ബിഹേവ് ചെയ്യാനാണ് ഈ ഒരു ബുൾ മാർക്കറ്റിലും സാധ്യതയുള്ളത്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം 2016-17 ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു പുതുതായിട്ട് ചാർജ് എടുത്തത്. ഇനിയിപ്പോൾ വരുന്ന വർഷത്തിൽ 2025 ജനുവരിയിലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ചാർജ് എടുക്കുന്നത്. സോ ഒരു 2025 ജനുവരിയോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ പ്രൈസ് ഒരു $1,50,000 എത്തുകയും അതിനുശേഷം ജനുവരിയിൽ വലിയൊരു ക്രാഷ് ഉണ്ടാവുകയും $1,00,000 എത്തുകയും വീണ്ടും ആ ഒരു ബുൾ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. സോ എൻ്റെ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് $1,00,000 എത്തുന്ന സമയത്ത് ഈ ഒരു ജനുവരി ഒരു ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് തന്നെ ഒരു $1,00,000 എത്തുകയാണ് എന്നുണ്ടെങ്കിൽ MSTX, MSTU പോലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ETF എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സെല് ചെയ്യുന്നതായിരിക്കും. അതുതന്നെയാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നതും. അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾട്ട് കോയിൻസുകളും മീം കോയിൻസുകളും, ഞാൻ ഹോൾഡ് ചെയ്യുന്ന ആൾട്ട് കോയിൻസുകളും മീം കോയിൻസും, ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആൾട്ട് കോയിൻസും മീം കോയിൻസും എല്ലാം ഞാൻ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജി, ഇപ്പോൾ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന മൈക്രോ സ്ട്രാറ്റജിയിൽ 50% ഹോൾഡിങ്സും ഞാൻ കംപ്ലീറ്റ്ലി സെല് ചെയ്യുന്നതായിരിക്കും.
എന്നിട്ട് ഈ പറയുന്ന ഒരു 30% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20% കറക്ഷനെങ്കിലും വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു പോർട്ട്ഫോളിയോ ഞാൻ വീണ്ടും റീബാലൻസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ്ങിൽ എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു 80% ഒക്കെ ബിറ്റ് കോയിൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 53% ആണ്. അതായത് മേജറായിട്ടുള്ള മറ്റുള്ള ഹൈ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വളരെ വലിയ രീതിയിൽ ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈക്രോ സ്ട്രാറ്റജി എല്ലാം ഏകദേശം 10 ടൈംസ് ആണ് ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷവും മുകളിലോട്ട് പോയിട്ടുള്ളത്. MSTX ഒക്കെ ഏകദേശം 4 ടൈംസ് ആയി. അപ്പോൾ വലിയ രീതിയിൽ ബിറ്റ് കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അലോക്കേഷൻ കൂടുന്ന സമയത്ത് അത് വീണ്ടും ബിറ്റ് കോയിൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുതന്നെയാണ് നമ്മളെപ്പോഴും പല വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ എപ്പോഴുള്ള ടാർഗറ്റ്, ഒരേ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ബിറ്റ് കോയിൻ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ്ങിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അത് ഇപ്പോൾ എനിക്ക് അത് വീണ്ടും എല്ലാം സെല്ല് ചെയ്തിട്ട് ബിറ്റ് കോയിൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.2 ബിറ്റ് കോയിൻ ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ എക്സിറ്റ് സ്ട്രാറ്റജി. ഇത് കൺവിൻസിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.